പ്രകൃതി രമണീയമായ നിലമ്പൂർ ഏറെ സുന്ദരമാവുന്ന ഈ പ്രദേശം നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്. കനോളി പ്ലോട്ട് അഥവാ പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചെടുത്ത ആ പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ തേക്കിന് പേരുകേട്ടതും നിലമ്പൂരിലാണ്. കേരള നിയമസഭയുടെ ഉൾസമുച്ചയം നിർമ്മിക്കപ്പെട്ടതും നിലമ്പൂർ തേക്ക് കൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വം ഇന്നും നിലമ്പൂർ തേക്കിന് നിലകൊള്ളുന്നുണ്ട്. അതുപോലെ നിലമ്പൂരിലെ എടുത്തു പറയേണ്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. പ്രധാനമായും കനോളി പ്ലോട്ട്, അതുപോലെ തന്നെ തേക്ക് മ്യൂസിയം, ആട്ടിൻപാറ വെള്ളച്ചാട്ടം, നെടുങ്കയം തുടങ്ങിയവയും ഏഷ്യയിലെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടം തുടങ്ങിയവയും നിലമ്പൂരിൻ്റെ മണ്ണിലാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചോലനായ്ക്കർ താമസിക്കുന്നതും നിലമ്പൂർ കരുളായി വനത്തിലാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ നിലമ്പൂരിൻ്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ പണ്ട് ബ്രിട്ടീഷുകാർ ഈ നാടിൽ നിന്ന് വസ്തുക്കളെല്ലാം കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ച മൂല്യവർദ്ധിത വസ്തുക്കളും തേക്കിൻ മരങ്ങളുമെല്ലാം കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഏറെ തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളതും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിലമ്പൂരിനുണ്ട് എന്നുള്ളതാണ്. നിലമ്പൂരിനെ കാണാൻ കൊതിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രമായി ഏറെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്പം സന്തോഷം ലഭിക്കാനുമെങ്കിലും നിലമ്പൂരിനെ കാണുന്നത് ഏറെ ഭംഗിയുള്ളതാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രമേൽ പ്രകൃതി രമണീയമാണ് ഈ നിലമ്പൂർ. നിലമ്പൂർക്കാരനായതിൽ ഏറെ അഭിമാനിക്കുന്നു.